നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ്. സാധാരണ യൂട്യൂബിൽ വീഡിയോ കാണുകയും വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നതോടൊപ്പം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. യൂട്യൂബ് ചാനലുള്ള ആളുകൾ അല്ലാത്തവരൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു AI ഫീച്ചർ എത്തിയിട്ടുണ്ട്. കുറച്ച് മുന്നേ വന്ന ഫീച്ചറാണ്, പക്ഷേ യൂട്യൂബിനകത്ത് അത്തരത്തിലൊരു മികച്ച ഫീച്ചർ പല ആളുകൾക്ക് അറിയില്ല. ഞാനത് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നത്. യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും. ഈ കാണുന്ന പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഇതിനകത്തുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ ഒരു AI ചിഹ്നം കാണാൻ സാധിക്കും. നമ്മുടെ ജെമിനിയുടെ ചിഹ്നം കാണാൻ സാധിക്കും. സാധാരണ ഗൂഗിളിൻ്റെ ജെമിനി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും. ജെമിനിക്ക് ഇതുപോലെ ചിഹ്നമാണ് ഉണ്ടാകുക. ഈ വലതു ഭാഗത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് മധ്യഭാഗത്ത് കാണുന്ന ഫോട്ടോ ടു വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1-2 പെർമിഷൻസൊക്കെ ചോദിക്കും. പെർമിഷൻസൊക്കെ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഗാലറി ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ ആയിരിക്കണം വേണ്ടത്. ബ്ലറായി കിടക്കുന്ന ഫോട്ടോ എന്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോട്ടോ, ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് മാത്രം ടൈപ്പ് ചെയ്തു. ഇത് വലതു ഭാഗത്ത് കാണുന്ന ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെൻഡ് ആകും. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക, ഇത് പൂർത്തിയാകുന്നവരെ. പൂർത്തിയായി കഴിഞ്ഞാൽ നോക്കുക, നമ്മൾ എന്താണോ എഴുതി കൊടുത്തത് അത് ആ വീഡിയോ ആയിട്ട് അതിനകത്ത് അത് പറയും. നമുക്കത് ആ ഫോട്ടോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഫോട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് തന്നെ തയ്യാറാക്കി തരും. വേറെ നമുക്ക് AI ആപ്പുകളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല. യൂട്യൂബിനകത്താണ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോക്ക് വലതു ഭാഗത്ത് നോക്കുക, കുറച്ച് ഐക്കണുകൾ കാണും. മുകളിൽ നമുക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ, ഫിൽറ്റർ ആഡ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഈ വീഡിയോക്ക് താഴെ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കകത്ത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ, സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാൻ, വോയിസ് ഓവർ കൊടുക്കാനൊക്കെയുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ വലതുഭാഗത്ത് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ നെക്സ്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂട്യൂബിലേക്ക് ഇതുപോലെ സെൻഡ് ആകും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ സേവ് ഡ്രാഫ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് ഡ്രാഫ്റ്റിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് യൂട്യൂബിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതിനകത്ത് നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ, ഫോട്ടോ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.